നിന്റെ അച്ഛന്റെ അക്കൗണ്ടില് ഇപ്പൊ ഏകദേശം എത്ര കാശ് കാണും? ഒരു 3 കോടിയൊക്കെ കാണൂ. എന്താ ചിരിക്കുന്നെ? അല്ല ആന്റി 3 കോടി എന്ന് പറഞ്ഞില്ലേ, അതാ എനിക്ക് ചിരി വന്നെ. എന്താ അത്രയൊന്നും ഇല്ലേ? അച്ഛന്റെ അക്കൗണ്ടിൽ 3 കോടിയല്ല, ഒരു 300 കോടിയെങ്കിലും കാണും ആന്റി. 300 കോടിയോ? അതെ, 300 കോടി. എന്ത് പറ്റിയത്? തലക്കോല അടിയിട്ടി. ചന്ദ്രേ ചന്ദ്രേ ചന്ദ്രേ, നീ എന്തെങ്കിലും വാതോളം പിടിച്ചിരിക്കുന്നേ? അതൊക്കെ അല്ലെങ്കിൽ ഈച്ച കയറും. രവിയേട്ടാ, ശ്രുതിയുടെ അച്ഛന്റെ അക്കൗണ്ടില് എത്ര കാശുണ്ടെന്ന് അറിയോ? ഞാനങ്ങനെ അറിയാൻ അദ്ദേഹം കാശ് ശ്രമിക്കുന്ന മേഖല മാനേജറാണ് ഞാൻ. അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലെ 300 കോടി രൂപയുണ്ട്. 300 കോടി രൂപ. അത് നീ സ്വപ്നം കണ്ടതാ? അല്ലെന്നേ, ശ്രുതി എന്നോട് പറഞ്ഞതാ. ആണോ? അപ്പൊ അത് കേട്ടപ്പോഴാണ് നിന്റെ വാ ഇങ്ങനെ പിളർന്നു പോയല്ലേ? നിന്റെ വാ പിളർന്നു പോവില്ലേ? ആ പണമൊക്കെ ഒരു നാള് എന്റെ മകൻ ശ്രുതിയുടെ കൈകളിലേക്ക് ഒഴുകി ഒഴുകി വരും. അത് അദ്ദേഹം സമ്പാദിച്ച കാശ്. അതെങ്ങനെയാ നിന്റെ മോന്റെ കയ്യിലെത്ത്? ചുമ്മാ സ്വപ്നം കാണില്ലേ അന്തരേ? അദ്ദേഹത്തിന്റെ കാലശേഷം ഈ 300 കോടിയുടെ അവകാശം ആരാ? ശ്രുതിയുടെ കൈകളിലെത്തിയ അവിടുന്ന് അത് ശ്രുതിയുടെ കൈകളിലെത്തുമല്ലോ. 1ഉം 2ഉം അല്ല, 300 കോടിയാ. 300 കോടി. എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അതെ, അവരുടെ കയ്യിൽ കാശുണ്ടെന്ന് കരുതി ഇവിടെ കിടന്ന് തകുത്തി മറിയൊന്നും വേണ്ട ചന്ദ്രൻ. ഈ പണം എന്ന് പറയുന്നത് വെറും നമ്പറുകൾ മാത്രം. ഈ നമ്പറുകൾക്കേ അവസാനമില്ല. പണമാണ് ജീവിതത്തിൽ സന്തോഷം തരുന്നതെന്ന് കരുതിയാലുണ്ടല്ലോ, ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം അനുഭവിക്കാൻ കഴിയില്ല. അതെ, നമ്മൾ എപ്പോഴും ഈ പണം ഉണ്ടാക്കാനുള്ള തട്ടോട്ടത്തിലായിരിക്കും. പണത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോഴേ ജീവിക്കാൻ മറന്നുപോകും. എല്ലാത്തിലും വലുത് പണമാണെന്നുള്ള ചിന്ത വിടുന്നീ. പണം ഇല്ലെങ്കിലും സന്തോഷത്തോടെ സമാന്തരം ജീവിക്കാൻ നമുക്ക് കഴിയും. അതെങ്ങനെയാണെന്ന് ആദ്യം പഠിക്കാം. ആരുടെയോ അക്കൗണ്ടിൽ 300 കോടിയുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് പൂത്തിനെത്തിക്കാൻ കഷ്ടം. ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ 0 ബാലൻസാ. അസൂയ കൊണ്ട് എങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ ദൈവമേ, ശ്രുതിയുടെ അച്ഛനെ പെട്ടെന്ന് തന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കണേ. അയ്യോ, എന്റെ മകൻ കോടീശ്വരനാകാൻ പോവാണേ. 300 കോടി. അയ്യോ, 300 കോടി അവന് കിട്ടാൻ പോകുന്നേ. ശ്രുതി ഈ വീട്ടില് പൊന്മുട്ട ഇടുന്ന താറാവാ. അവളെ തലയിലും നിലത്തും വെക്കാതെ കൊണ്ടു നടക്കണം. അതെ, അവനെ ഞാൻ വിടില്ല. ലാൻഡിന്റെ രജിസ്ട്രേഷൻ നടന്നിരിക്കും. കാശ് എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടാ മതി. ഓക്കെ, ആ വീഡിയോ എന്റെ ഫോണിലേക്ക് അയക്കും. ആന്റണി, സച്ചിയുടെ ഫോണിൽ നിന്ന് ആ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. എന്തുപറ്റി? പാസ്വേഡ് അറിയില്ലേ? അതൊക്കെ അറിയാം. അത് ഞാൻ നേരത്തെ മനസ്സിലാക്കി വെച്ചിരുന്നു. പിന്നെ എന്താ പ്രശ്നം? ഞാൻ ട്രൈ ചെയ്തിരുന്നു, പക്ഷെ നടന്നില്ല ആന്റണി. ആന്റണി, പെട്ടെന്ന് തന്നെ ഞാൻ വീഡിയോ എടുത്ത് നിന്റെ ഫോണിലേക്ക് അയച്ചോളാം. ആ നവീൻ ദാസിന്റെ ടോർച്ചറിങ് കൂടി വരിക. അവൻ മീരയുടെ വീടിനടുത്ത് ചെന്ന് എന്നെ ഫോൺ വിളിച്ച് വരട്ടി. ഇനി എന്റെ വീട്ടിൽ വരുമെന്നുള്ള പേടിയുണ്ട് എനിക്ക്. അവനെ എന്ത് ചെയ്യണോന്ന് എനിക്കറിയാം. പിന്നെന്തിനാ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്? ചെയ്യ്. ഞാൻ പറഞ്ഞത് ഇവിടെ ചെയ്യട്ടെ. ആ വീഡിയോ എന്റെ കൈ കിട്ടിയതിനു ശേഷം നവീൻ ദാസിന്റെ കാര്യം ഞാൻ നോക്കാം. ഞാൻ എന്തായാലും ആ വീഡിയോ നിനക്ക് എടുത്തു തരും. നവീൻ ദാസിനെ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പ്രശ്ന. ആന്റണി പ്ലീസ്. അതെന്തായാലും നടക്കില്ല. നീ ആ വീഡിയോ എടുത്ത് എനിക്ക് അയക്കും. ആ നിമിഷം ഞാൻ നവീൻ ദാസിനെ തൂക്കും. ശരി, ഓക്കെ. എനിക്ക് ഒരു ദിവസം കൂടി സമയം താ. ഞാൻ ആ വീഡിയോ അവന്റെ ഫോണിൽ നിന്ന് എങ്ങനെയെങ്കിലും എടുത്തോളാം. എങ്ങനെ എടുക്കാനാ പ്ലാൻ? പ്ലാനൊക്കെ ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അവന് ബോധമുള്ളപ്പോ അവന്റെ ഫോണിൽ നിന്ന് വീഡിയോ എടുക്കാൻ എനിക്ക് കഴിയില്ല. കുടിക്കുന്ന ശീലം ഉണ്ടല്ലോ അവന്. ആ വഴിക്കൊന്ന് നോക്കാം. ചെല്ലെ. ഈ ഇൻവോയ്സിന്റെ കോപ്പി ഒന്നും ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടില്ല. അത് നോക്കണ്ടേ? അത് ഞാനൊന്ന് നോക്കാം. ഹായ് ബ്രോ. ഹായ് ബ്രോ, ഇരിക്കും. പിന്നെ ബ്രോയുടെ ഫ്രണ്ടുമായിട്ട് ഡീലർഷിപ്പിന്റെ കാര്യം സംസാരിച്ചോ? എടാ, ഞാൻ നിന്റെ കടയിലോട്ട് വന്നതല്ലേ ഉള്ളൂ. ഒരു ചായ കുടിക്കുന്നു ചോദിക്കുന്നതിന് പകരം നേരെ നിന്റെ വിഷയത്തിലേക്ക് കടന്നു പറഞ്ഞല്ലോ. അല്ല, അത് അടുത്തെങ്ങും ചായക്കട ഇല്ല. അതിനോയോ നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. സത്യം. അല്ല, ബ്രോ ഫ്രണ്ടുമായിട്ട് സംസാരിച്ചോ? അത് പറ. എനിക്ക് ആ ഡീലർഷിപ്പ് കിട്ടുമോ? അല്ല, ഇത് എന്തിന്റെ ഡീലർഷിപ്പിനെ കുറിച്ചാ പറയുന്നത്? അതുണ്ടല്ലോ, ഈ മുംബൈയില് ലീഡോ ഇന്റർനാഷണൽ എന്നൊരു കമ്പനി ഉണ്ട്. അവരുടെ പുതിയ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാനായിട്ട് കേരളത്തിൽ നിന്ന് ഡീലർമാരെ തേടുന്നുണ്ട്. ബ്രോയുടെ ഒരു ഫ്രണ്ട് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹവും കമ്പനിയുടെ ഓണറും തമ്മിൽ നല്ല ഫ്രണ്ട്സാ. എനിക്ക് ആ ഡീലർഷിപ്പ് എടുത്താൽ കൊള്ളാന്നുണ്ട്. എന്റെ കാര്യം അവനോടൊന്ന് സംസാരിക്കാൻ ഞാൻ ബ്രോയോടൊന്ന് പറഞ്ഞായിരുന്നു. അല്ല സുധി, ഈ ഡീലർഷിപ്പ് ഒക്കെ എടുക്കണമെങ്കിലേ കയ്യിൽ നല്ല കാശ് വേണ്ടേ? ആദ്യം അവർക്ക് നല്ല കാശ് കൊടുക്കണം. നമ്മുടെ കയ്യില് അതിന് മാത്രം കാശൊന്നും ഇല്ലല്ലോ. ഇവർക്ക് കാശൊന്നും നൽകണ്ട. ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കണം. അത് മാത്രമേ അവർക്ക് നിർബന്ധമുള്ളൂ. ഇൻഡസ്ട്രിയിൽ വളർന്നു വരുന്ന ഒരു യങ്ങായിട്ടുള്ള ഒരാൾക്ക് ഡീലർഷിപ്പ് കൊടുക്കാൻ അവർ ഉദ്ദേശിക്കുന്നത്. എങ്കിലും എനിക്ക് തന്നെ കിട്ടും. കാശൊന്നും വേണ്ടല്ലോ. അപ്പോ ഇത് നമുക്ക് കിട്ടിയാൽ നന്നായിരിക്കും, അല്ല സുധി? അതാ ഞാൻ പറഞ്ഞത്. ഞാൻ നിന്നെ കുറിച്ച് അവരോട് സംസാരിച്ചു. ആണോ? എന്നിട്ട് അവരെന്താ പറഞ്ഞത്? അവർ നിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് അവർ ഡീലർഷിപ്പ് കൊടുക്കും. നല്ല റിച്ച് ആയിരിക്കണം. കുടുംബത്തിലുള്ളവർ സമൂഹത്തിൽ നല്ല സ്റ്റാറ്റസ് ഉള്ളവരായിരിക്കണം. എന്റെ അച്ഛൻ വെറും ഒരു റിട്ടയർഡ് ബസ് ഡ്രൈവർ. ഒരു അനിയനുള്ളത് കാർ ഡ്രൈവർ, മറ്റേ അനിയൻ പാചകക്കാരൻ. ഫാമിലിയില് ഇപ്പൊ എനിക്ക് മാത്രമേ സ്റ്റാറ്റസ് ഉള്ളൂ. കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണമെന്നല്ലേ പറഞ്ഞത്. അപ്പൊ എനിക്ക് ഡീലർഷിപ്പ് കിട്ടില്ല. ബ്രോ, നിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നൊന്നും അവരിവിടെ ഒന്ന് ചെക്ക് ചെയ്യാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് വേറെ രീതിയിലാണ് ഞാൻ പറഞ്ഞത്. വേറെ രീതിയിലെന്ന് പറഞ്ഞ എന്താ പറഞ്ഞത്? നിന്റെ കുടുംബം വളരെ റിച്ച് ആണെന്ന് പറഞ്ഞു. നിനക്ക് 7 ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ സത്യം. പിന്നെ നിന്റെ അനിയൻ സച്ചിക്ക് സ്വന്തമായൊരു ട്രാവൽ ഏജൻസി ഉണ്ടെന്ന് പറഞ്ഞു. സച്ചി 50 കാറിന്റെ ഓണറാന്ന് ഞാൻ പറഞ്ഞു. എന്റെ ബ്രോ, 50 കാറിന്റെ ഓണർ അവൻ. നിന്റെ ഇളയ അനിയനുണ്ടല്ലോ, സ്വന്തമായൊരു ഹോട്ടൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ തട്ടിവിട്ടു. എന്റെ ബ്രോ, എന്തിനാണ് ഇങ്ങനത്തെ പെരും കള്ളമൊക്കെ ചെന്ന് പറഞ്ഞത്?
കള്ളം മാത്രം പറയുന്ന നീ തന്നെ ഇതെന്നോട് ചോദിക്കണം. അല്ല ഇതൊരു സാധാരണ കള്ളമല്ല. അവരെങ്ങാനും സത്യം അറിഞ്ഞാ ഏയ് അവരിത് ചെക്ക് ചെയ്യാനൊന്നും പോകുന്നില്ലെന്നേ. ബിസിനസ്സിൽ ഇതൊക്കെ ഒരു സാധാരണ കാര്യ. അപ്പൊ എന്നാലും അതെന്താന്നോ ശ്രുതിക്ക് ഇങ്ങനെ കള്ളം പറയുന്നത് ഇഷ്ടമല്ല. അത് ശരി. എപ്പോഴും നമ്മൾ ഓണസ്റ്റ് ആയിരിക്കണമെന്നാ ഇവള് പറയുന്നത്. ഓ അങ്ങനെ. ബിസിനസ്സിൽ കൂടുതൽ സത്യസന്ധത കാണിച്ചാലേ നമുക്ക് മുന്നേറാനൊന്നും കഴിയില്ല. ശരിയാ, ഇതൊക്കെ ഒരു ബിസിനസ് സ്ട്രാറ്റജിയാണ്. പക്ഷെ ചെറിയൊരു കള്ളം പറയുന്നതിൽ കുഴപ്പമില്ല. കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. പിന്നെ കള്ളം പറയാൻ എളുപ്പമാ. പിന്നെ ജീവിതകാലം മുഴുവൻ അത് പൊളിയാതെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാ ബുദ്ധിമുട്ട്. എന്താ സിസ്റ്റർ, വലിയ എക്സ്പീരിയൻസ് ഉള്ളത് പോലെയാണല്ലോ പറയുന്നത്. അല്ല, കള്ളം പറഞ്ഞ് പെട്ടുപോയ കുറെ പേരെ കണ്ടിട്ടുണ്ട് ഞാൻ, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പൊ അതൊക്കെ പോട്ടെ. ബ്രോ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അവര് ഡീലർഷിപ്പ് തരാന്ന് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. അഭിലാഷ് മേനോൻ എന്നാ ഓണറിന്റെ പേര്. അദ്ദേഹം ഇപ്പൊ കേരളത്തിലുണ്ട്. അദ്ദേഹത്തെ വിളിച്ച് നമുക്ക് നല്ലൊരു പാർട്ടി കൊടുക്കണം. ആ പാർട്ടിയിൽ നിന്നോട് അയാൾക്ക് മതിപ്പ് തോന്നിയാൽ ഉറപ്പായിട്ടും ഡീലർഷിപ്പ് കിട്ടും. അല്ല ഈ പാർട്ടി എന്നൊക്കെ പറയുമ്പോ അത് ശരിക്കും കാശ് ചെലവുള്ള പരിപാടിയല്ലേ? ചൂണ്ടയിൽ ചെറിയ മീനെ കോർത്താണ് വലിയ മീനെ പിടിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ പാർട്ടി കൊടുക്കണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആരെങ്കിലും ജാക്കറ്റ് പിടിക്കും. അഭിലാഷ് സാറിനെ കൂട്ടിക്കൊണ്ട് വരുന്ന കാര്യം ഞാൻ ഏറ്റു. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഫോണിൽ സംസാരിക്കാം. അപ്പോ ഉറപ്പായും ഈ ഡീലർഷിപ്പ് നമ്മൾ നേടണം. നമ്മളെ നേടും ബ്രോ. സിസ്റ്ററെ ഒന്ന് പറഞ്ഞു മനസ്സിലായി കേട്ടോ. ധൈര്യമായിട്ടിരിക്കണം ബ്രോ. ഞാൻ വിളിക്കാം കേട്ടോ. എല്ലാം ഓക്കെ. അതെ ശരിയാ, ആനന്ദ് പറഞ്ഞ ശരിയാ. ബിസിനസ് മുന്നേറണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം. പാർട്ടി കൊടുത്തേ പറ്റൂ. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ വെഡിങ് ആനിവേഴ്സറി വരെയല്ലേ, അതിന്റെ പാർട്ടി ഉണ്ടല്ലോ, നമുക്ക് അതിലേക്ക് അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യാം. നീ എന്താ പറയുന്നു? നല്ല ഐഡിയ. ഒരു ചെലവില് 2 പാർട്ടി. എന്നിട്ട് കുറെ ബിസിനസ്സുകാരെയൊക്കെ ക്ഷണിച്ച് അദ്ദേഹത്തിന്റെ മുമ്പില് പാർട്ടി നമുക്കങ്ങ് കളറാക്കണം. വെഡിങ് ആനിവേഴ്സറി പാർട്ടിയില് നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ഉണ്ടാവില്ലേ? പക്ഷെ ഈ സച്ചിയൊന്നും കണ്ട വലിയ ട്രാവൽ ഏജൻസി ഉടമയാണ്, 50 കാറിന്റെ മുതലാളിയാണെന്നൊന്നും തോന്നില്ല. പിന്നെ രേവതിക്കും വലിയ ലക്ഷറി ലുക്കൊന്നും ഇല്ല. ശ്രീകാന്തും അങ്ങനെ തന്നെ. കാശുണ്ടെങ്കിലും വലിയ കാശുകാരുടെ ലുക്കൊന്നും വർഷയ്ക്കുമില്ല. ഇവരെയൊക്കെ കണ്ടാൽ നമ്മൾ കള്ളം പറഞ്ഞാണെന്ന് അഭിലാഷ് സാറിന് മനസ്സിലാവില്ലേ? മാത്രമല്ല ഇവരെയൊക്കെ പരിചയപ്പെടുമ്പോ ഇവരെ സത്യം വിളിച്ച് പറയുകയും ചെയ്യും. അത് ശരിയാ. സച്ചി വെറും കാർ ഡ്രൈവർ ആണെന്നും ശ്രീകാന്ത് ഹോട്ടലിലെ വെറും പാചകക്കാരനാണെന്നൊക്കെ അറിഞ്ഞ എനിക്ക് ഡീലർഷിപ്പ് കിട്ടില്ല. ശ്ശോ, എന്ത് ചെയ്യും ശ്രുതി? സുധി, എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്താ? എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? വണ്ടർഫുൾ, സൂപ്പർ. ഈ ഐഡിയ കൊള്ളാം. അപ്പോ നമ്മൾ വലിയൊരു ഹോട്ടലിൽ അതിഗംഭീരമായി പാർട്ടി നടത്തുന്നു. അഭിലാഷ് സാറിനെ അതിനകത്ത് ഇൻവൈറ്റ് ചെയ്യുന്നു. അങ്ങനെ നമ്മളെ ഡീലർഷിപ്പ് നേടുന്നു. പാർട്ടിയിൽ സച്ചി മൂക്കറ്റം കുടിക്കും. മദ്യം മുന്നിൽ കണ്ട അവൻ കുടിച്ചിരിക്കും. ആ സമയത്ത് അവന്റെ ഫോൺ എടുക്കാം. അതിലുള്ള വീഡിയോ ആന്റണിക്ക് അയച്ചു കൊടുക്കാം. നീ നടക്കുന്ന കാണാനാണോ ഞങ്ങളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്? അങ്ങോട്ട് കൂടെ നടക്കാൻ നോക്കിയിട്ട് കുറെ സമയമായാലോ. നീ എന്തോ കാര്യം പറയാണ്ടെന്ന് പറഞ്ഞല്ലേ ഞങ്ങളെ കൂടെ പിടിച്ചിരുത്തിയ? എന്താ കാര്യം എന്ന് പറയും. ക്ഷമയ്ക്ക് അതിരില്ല. ഇവൻ കടം ചോദിക്കാനുള്ള പരിപാടിയെന്ന് തോന്നുന്നു. ഏയ് അതൊന്നുമല്ല. കടം ചോദിക്കാനാണെങ്കിൽ എപ്പോഴും ചോദിച്ചാനെ. അതിന് നമ്മുടെ സുധിയേട്ടന് നാണോ മാനോ ഇല്ല. അത് ശരിയാ. അതെ, ഇപ്പൊ സുധിക്ക് ആരോടും കടം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പഴയപോലെ എടുത്തുകൊണ്ട് കൂടെയാണ് ചെയ്യുന്നത്. അവിടെ മുതലാളിയെ വിഷയം പറഞ്ഞിരുന്നേ ഞങ്ങക്ക്. ഓക്കെ, വെയിറ്റ്. അച്ഛാ, പറയുമെന്ന് ഈ വിഷയം ഞാനിപ്പോ പറയണമെങ്കിൽ അച്ഛനൊന്ന് എഴുന്നേറ്റ് മാറിയിരിക്കട്ടെ. അല്ല, എനിക്കൊന്ന് ഇവിടെ ഇരിക്കാന്. അച്ഛാ എന്തെങ്കിലും കാര്യം കാണുമായിരിക്കും. അച്ഛനൊന്ന് എഴുന്നേറ്റ് കൊടുത്തേക്ക്. മനുഷ്യൻ ഉറങ്ങാൻ സമ്മതിക്കൂല. അച്ഛൻ എഴുന്നേറ്റോ? അച്ഛന്റെ ഒരു കാര്യം ഇത്രേ ഉള്ളു. വാടക അല്ല, ഞാൻ പറഞ്ഞു വന്നത് നാളെ ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. അതെന്താണെന്ന് അച്ഛനൊന്ന് പറഞ്ഞേ. ശ്രുതി ചേച്ചിയുടെ ബർത്ത്ഡേ ആണോ? അല്ല, നീ പുതിയ ഷോറൂം തുടങ്ങാൻ അഡ്വാൻസ് കൊടുത്തു. അല്ല. അപ്പൊ ഇവിടെ ആർക്കും അറിയില്ല കാര്യം. ഞാൻ പറയാം, നമ്മുടെ മുതലാളിയെ ഷോറൂം ആരംഭിച്ചിട്ട് നാളേക്ക് 100 ദിവസമായി. 100 ദിവസം? അപ്പൊ ശ്രുതി നാളേക്ക് 100 ദിവസമാവോ? എന്നാ തോന്നുന്നേ. ഞാനതൊക്കെ മറന്നുപോയത് സച്ചിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അവന് ഓർമ്മയില്ല. ഈ എന്ത് ബിസിനസ് മാനാണ്? മറന്നുപോയിച്ച. എപ്പോഴും മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നില്ല ഇതൊക്കെ നോക്കി നിൽക്കുന്നവർക്ക് ഓർമ്മ വരും. ഇവനും എന്റെ ഭാര്യയ്ക്കും ഇത് തന്നെയല്ലേ ജോലി. നിന്റെ ജോലി അത്. അതിന് നിന്നെ കഴിഞ്ഞിട്ട് ഈ ലോകത്ത് വേറെ ആളുള്ളൂ. അമ്മ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ശീലമില്ല. അദ്ദേഹത്തിന് ഓർമ്മയുള്ള ഒരു കാര്യം അധികം പറഞ്ഞതേ ഉള്ളൂ. അച്ഛൻ പറഞ്ഞ പോലെ അത് അമ്മയുടെ ജോലിയാ. ഞാനും സച്ചേനും എന്ത് ചെയ്യുന്നു എന്ത് ചെയ്തില്ല എന്ന് നോക്കലാണല്ലോ അമ്മയുടെ പണി. ഇവൾ അഹങ്കാരം പറയുന്ന കേട്ടില്ലേ? നീ അല്ലേ തുടങ്ങി വെച്ചേ? സുധി നീ പറ. അച്ഛാ, നമ്മുടെ കട ആരംഭിച്ചിട്ട് 100 ദിവസമായി എന്ന് പറയുന്നു. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. സച്ചേട്ടാ, നാളെ അവരുടെ വെഡിങ് ആനിവേഴ്സറി തോന്നുന്നു. ആണോ? നാളെ നിങ്ങൾ 2 ഫ്രോഡുകൾ 1 ദിവസമാണ്. സച്ചി വേണ്ട. വേണ്ടാന്ന് പറയാൻ ഞാനിപ്പോ നിനക്കൊന്നും വന്നില്ലല്ലോ. അതെ സച്ചേട്ടാ, നാളെ അവരുടെ വെഡിങ് ആനിവേഴ്സറിയാ. ഞാനും അതൊക്കെ മറന്നു. ചന്ദ്രനെ നിനക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല? ഞാൻ മറന്നുപോയി. 1 വർഷമായില്ലേ? മറന്നു. കണ്ണ് ചിമ്മി തുറക്കുന്നതിനിടയിൽ 1 വർഷം കടന്നുപോയി. സമയം ഇതേപോലെ തന്നെയാ, പെട്ടെന്ന് ഓടിപ്പോ. സച്ചി, ഞങ്ങൾ നല്ല സന്തോഷത്തില്ല. നീ ആയിട്ട് ഓരോന്ന് പറഞ്ഞ് നശിപ്പിക്കല്ലേ? ഇല്ല നീ പറ. അച്ഛാ, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വലിയ രീതിയിൽ ആഘോഷിക്കണം. അതാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹം. അതുകൊണ്ട് വലിയൊരു സ്റ്റാർ ഹോട്ടലിൽ ഫംഗ്ഷൻ വെക്കാനാ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനാണ് ഈ സ്റ്റാർ ഹോട്ടലിലെ കൊണ്ടുവെക്കുന്നേ. അതിന് വലിയ കാശാവില്ല. കാശിക്കാവും.
ഈ സച്ചിയുടെയും ദേവതയുടെയും വെഡിങ് ആനിവേഴ്സറി ഇവിടെ വെച്ചല്ലേ നടക്കാം. പിന്നെ റോഡിൽ വെച്ച് നടത്താമല്ലോ. അതുപോലെ ഇത് ഇവിടെ വെച്ച് ആഘോഷിച്ചാ പോരെ. ഞാൻ പക്ഷെ അങ്ങനെ ലേട്ടാ, അവര് ഒരുപോലെയാണോ? അത് വ്യത്യാസം. റൈറ്റ്. അവരുടെ വരുമാനം വെച്ച് ഈ വീട്ടിലെ നടത്താൻ പറ്റും. ആ ശ്രുതിയുടെ സ്റ്റാറ്റസ് നോക്കണ്ടേ? ശ്രുതിയാണെങ്കിലോ വലിയ ബിസിനസ്മാൻ, വലിയ വലിയ ബിസിനസ്സുകാരും VIP-കളും ഒക്കെ അവിടെ കാണും. ഫംഗ്ഷൻ സ്റ്റാർ ഹോട്ടലിൽ തന്നെ വെക്കണം. അമ്മ, ഞങ്ങളുടെ വരുമാനം എന്താന്ന് അമ്മയ്ക്കറിയോ? അമ്മയാണോ ഞങ്ങളുടെ കണക്ക് പിള്ള? അല്ലല്ലോ. അമ്മ അവരെ വലിയവരാക്കിക്കോ, പക്ഷേ ഞങ്ങളെ കൊച്ചാക്കരുത്. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? തെറ്റ് മാത്രമേ നീ ചെയ്യാറുള്ളൂ. വാ തുറക്കാതിരിക്കാൻ നിനക്ക് നല്ലത്. ദേ ശ്രുതി, നീ ഒന്നുകൂടി ആലോചിച്ചാൽ നന്നായിരിക്കും. അച്ഛാ, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി, ഞങ്ങളുടെ ഷോറൂം തുടങ്ങിയിട്ട് 100 days ആവുന്നു. ഇത് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം. അപ്പൊ അവിടെ കുറെ VIPsകളൊക്കെ വരും. അവരെ കൂടാതെ മുംബൈയിലുള്ളൊരു ഇന്റർനാഷണൽ കമ്പനിയുടെ ഓണർ നാളെ വരുന്നുണ്ട്. അതാരാണാവോ? അതൊക്കെ ഉണ്ട്. അഭിലാഷ് മേനോൻ എന്ന അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ കമ്പനി പ്രോഡക്ട്സിന്റെ ഡീലർഷിപ്പ് എല്ലാ സ്റ്റേറ്റിലും ഓരോരുത്തർക്ക് കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ ഡീലർഷിപ്പിന് വേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ ഫംഗ്ഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ ഇത് വെഡിങ് ആനിവേഴ്സറി പാർട്ടി മാത്രമല്ല, ഒരു ബിസിനസ് മീറ്റിന്റെ പാർട്ടി കൂടിയാണല്ലേ? അതെ. ബിസിനസ്സുകാരൻ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടെങ്കിലും ഇവന്റെ കയ്യിൽ കാശൊന്നുമില്ല. എവിടെന്നെങ്കിലും കടം വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും മുതൽ അറിയാതെ വെയിറ്റോട്ടോ ഒക്കെ ആയിരിക്കും ഇവൻ പാർട്ടി നടത്തുക. അതെ, സുധിക്ക് എന്റെ ആവശ്യമൊന്നും ഇല്ല ഇപ്പൊ. പാലാടുതേ ചുമ്മാ എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. അങ്ങളെ, ഞങ്ങളുടെ കയ്യിൽ കാശുണ്ട്. സച്ചി, ഏതോ ബിസിനസ്സുകാരൊക്കെ വരുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ. അവന്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. അച്ഛന് കാര്യം മനസ്സിലായി. എന്നിട്ടും ആ മണകുടാഞ്ചന് ഇതുവരെ മനസ്സിലായില്ല. നീ ഏത് ഹോട്ടലിൽ വെച്ച് നടത്താന്നാ പറയുന്നത്? അച്ഛാ, അത് നമ്മുടെ റോയൽ ഇന്റർനാഷണൽ വെച്ച്. അച്ഛാ, ഞാൻ അച്ഛന് ലൊക്കേഷൻ സെൻഡ് ചെയ്ത് തരാം.